ശ്രീ വി കെ സനോജ് നോക്കൂ, ഈ 2022 CAG റിപ്പോർട്ടിൽ ഈ പരാമർശമുണ്ടായിട്ട് ഇതുവരെ എന്തുകൊണ്ടാണ് ഈ ആളുകളെ പറ്റിയെങ്കിലും, ഈ പരാമർശിക്കപ്പെട്ട നമ്പറിനെ പറ്റിയെങ്കിലും സർക്കാരിന് ഒരു കൃത്യത വരുത്താൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് പേരുകൾ പുറത്തുവിടാത്തത്? അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ ഇപ്പോഴത്തെ നടപടികൾ ഊർജിതമായ നടപടി കൈക്കൊള്ളും, കർശനമായ നടപടി കൈക്കൊള്ളും, ശിക്ഷാ നടപടി ഉണ്ടാകും തുടങ്ങിയ പ്രഖ്യാപനങ്ങളിൽ ആത്മാർത്ഥതയില്ല എന്ന് BJPയും അതിനോടൊപ്പം തന്നെ കോൺഗ്രസും ആരോപിക്കുന്നത്. ഈ കോൺഗ്രസിന്റെയും BJPയുടെയും നേതാക്കൾ വക്താക്കൾ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. ഇവിടെ എല്ലാത്തിനകത്തും കൃത്യതയുണ്ട്. 1458 പേർ അനധികൃതമായി പെൻഷൻ വാങ്ങുന്നു എന്ന് കണ്ടെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിലാണ്. അല്ലാതെ കോൺഗ്രസിന്റെയോ BJPയുടെയോ ഏതെങ്കിലും നേതാക്കന്മാർ ഏതെങ്കിലും തരത്തിൽ പത്രസമ്മേളനം വിളിച്ചിട്ടല്ല ഈ നാടിനെ അറിയിച്ചത്. അത് ഗവൺമെന്റ് എടുത്ത മുൻകൈയാണ്. CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും വിവിധങ്ങളായ പരാതിയുടെ എല്ലാം അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ തന്നെ വിജിലൻസ് സംവിധാനത്തിന്റെ എല്ലാം അന്വേഷണത്തിന്റെ വെളിച്ചത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി കൃത്യമായി ഈ പേരുകൾ പുറത്തു വന്നിട്ടുള്ളത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ നടത്തും, വകുപ്പ് തല അന്വേഷണം നടത്തും, എല്ലാ പണവും തിരികെ ഖജനാവിലേക്ക് തിരിച്ചു പിടിക്കും, അതുമായി ബന്ധപ്പെട്ട പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും, എല്ലാം ഇന്ന് ഉന്നതതല യോഗം ചേർന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. സർക്കാരിന് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ മറച്ചുവെക്കാനൊന്നുമില്ല. സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. 62 ലക്ഷം ആളുകൾക്ക് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്ത് ഈ നിലയിൽ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ക്ഷേമ പെൻഷനെ കുറിച്ചൊക്കെ ആക്ഷേപിക്കുന്ന രൂപത്തിലും ഇല്ലെങ്കിൽ ഇടതുപക്ഷം ഈ കാര്യത്തിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല എന്ന രൂപത്തിലൊക്കെയാണല്ലോ ഈ ജിൻഡോ ജോണൊക്കെ ഇവിടെ വർത്താനം പറഞ്ഞത്. ഇവിടെ കർഷക തൊഴിലാളി പെൻഷൻ, 50 വയസ്സ് തികഞ്ഞ അവിവാഹിതരായിട്ടുള്ള ആളുകൾക്കുള്ള പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, മാനസികവും ശാരീരികവുമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾക്കുള്ള പെൻഷൻ, വിധവ പെൻഷൻ, ഈ 5 പെൻഷൻ പദ്ധതികളിൽ കേന്ദ്രത്തിന്റെ വിഹിതം എത്രയാണ്? യഥാർത്ഥത്തിൽ വളരെ ചുരുങ്ങിയ വിഹിതം മാത്രമേ കേന്ദ്രമുള്ളൂ. എല്ലാത്തിനെയും 100 എന്ന് കണക്കാക്കിയാൽ 98% പൂർണ്ണമായും സംസ്ഥാന ഗവൺമെന്റും 2% മാത്രമാണ് കേന്ദ്രത്തിന്റെ വിഹിതമുള്ളത്. BJPയുടെ വക്താവ് വലിയ ആവേശത്തിൽ പറഞ്ഞല്ലോ, ആകെ 300 രൂപയാണ് കൊടുക്കുന്നത്. ആ 300 തന്നെ എത്ര കാലമായി സംസ്ഥാനത്ത് വിതരണം ചെയ്തിട്ട് ആ 300 കേന്ദ്രം കൊടുക്കേണ്ട 300 രൂപ ഉൾപ്പെടെ സംസ്ഥാന ഗവൺമെന്റാണ് ഇപ്പൊ കൊടുക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള സാധാരണക്കാരന്റെ പെൻഷൻ എന്നത് ഏറ്റവും പ്രഖ്യാപിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ശ്രീ വി കെ സനോജ്. നോക്കൂ, സംസ്ഥാന സർക്കാർ വലിയ അഭിമാനത്തോടു കൂടി പറയുന്ന ഈ ചർച്ചയിൽ അങ്ങടക്കം ധനമന്ത്രി അടക്കം മുഖ്യമന്ത്രി അടക്കം എല്ലാവരും വലിയ അഭിമാനത്തോടു കൂടി പറയുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ 2 സർക്കാരിന്റെയും ഏറ്റവും അഭിമാന പദ്ധതി തന്നെയാണല്ലോ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നതിലുള്ള കൃത്യത ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? 2022 ഇത്രയും ഗുരുതരമായ പരാമർശങ്ങൾ CAG റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞതുപോലെ മിനിയാന്ന് നമ്മുടെ ധനമന്ത്രിക്ക് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടാകുന്നതല്ലോ. അത് ഇത്രയും കാലം ഒരു സൂക്ഷ്മ പരിശോധന എന്തുകൊണ്ടാണ് ഈ സംവിധാനം നിർവഹിക്കാതെ പോയത്? അങ്ങനെയെങ്കിൽ ആരാ പറഞ്ഞത്? ഇതിപ്പോ മിനിഞ്ഞാന്ന് ഒരു ദിവസം രാവിലെ ധനമന്ത്രി എഴുന്നേറ്റ് വന്നപ്പോഴാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? അങ്ങനെയല്ലല്ലോ. ഇത് കൃത്യമായ സൂക്ഷ്മ പരിശോധന അടിസ്ഥാനത്തിലാണല്ലോ ഈ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതെനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ സൂക്ഷ്മ പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പേരുകൾ പുറത്തുവിടാത്തത്? പേരുകൾ പുറത്തുവിടും. ഒരു പേരും തടഞ്ഞു വെക്കുന്ന പ്രശ്നമൊന്നുമില്ല. സർക്കാരിന്റെ തൽക്കാലം പുറത്തുവിടാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണല്ലോ ധനമന്ത്രിയൊക്കെ പറയുമ്പോൾ പറയുന്നത്. എന്താണ് ഇതിന് കാരണം? അത് സംബന്ധിച്ച് സർക്കാരിന്റെ വകുപ്പ് തല അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞത് സൂക്ഷ്മ പരിശോധന പൂർത്തിയായി എന്ന്. അതെ, സൂക്ഷ്മ പരിശോധന പൂർത്തിയായതിനു ശേഷമാണ് 1958 നമ്പറുകൾ കിട്ടിയത്. ഇതിന്റെ മറ്റു കാര്യങ്ങൾ സംബന്ധിച്ച് സർക്കാരും ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളും കൂടിയാലോചനകൾ നടത്തിയ ശേഷം പുറത്തുകൊണ്ട കാര്യമാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രീ വി കെ സനോജ്? വിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ടില്ല. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇനി പരിശോധിക്കേണ്ടത്? അത് സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി പരിശോധിക്കേണ്ടതാണ്. അങ്ങനെയല്ല, എന്തൊക്കെ പരിശോധിക്കണം എന്ന കാര്യത്തിൽ ആർക്കും ഒരു ധാരണയുമില്ല. ഈ സ്പാർക്കും അതുപോലെ തന്നെ പെൻഷൻ കൊടുക്കുന്ന സോഫ്റ്റ്വെയറും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ആളുകളുടെ നമ്പറാണ് ഈ 1458 എങ്കിൽ മറ്റെന്ത് പരിശോധനയാണ് അതിൽ വേണ്ടത്? എന്ത് പരിശോധനയാണ് വേണ്ടതെന്ന് ഞാനും നിങ്ങളും തമ്മിൽ ഒരു തർക്കത്തിൽ കൂടി എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിൽ തർക്കമില്ല. എന്തെങ്കിലും കൃത്യമായി സർക്കാർ ഒരു കാരണമില്ല എന്ന് വിചാരിക്കേണ്ട കാര്യം നമുക്കില്ല. എന്തെങ്കിലും കൃത്യമായ ഒരു കാരണം ഉണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ആ കാരണം എന്താണെന്നാണ് അറിയുന്നത്. ആ കാരണം എന്താണ് എന്നാണ് അറിയേണ്ടത്. അതെ, ഇതിപ്പോ 2 ദിവസമല്ലേ ആയല്ലോ ഈ സംഭവങ്ങൾ പുറത്തു വന്നിട്ട്. ഇവരുടെ പേരൊരിക്കലും പുറത്തു വിടില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്ക് അറിയാം. ആർക്കെ അറിയാത്തത്? സോഷ്യൽ മീഡിയയിൽ അവരെ ഫോട്ടോ വെച്ച് പടം വന്നിട്ടില്ല എന്നല്ലാതെ ഈ വാങ്ങിയ ആളുകളെ കുറിച്ച് അത് ഡിപ്പാർട്ട്മെന്റ് ആളുകൾക്ക് അറിയാലോ. ഇതെന്താ മൂടി വെച്ചിട്ട് കാര്യമാണോ? ഇതൊക്കെയുള്ള പേരിൽ കർശനമായ അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുകയാണ്. തമാശക്കളിയല്ല.
ഇത് വളരെ കൃത്യമായി അന്വേഷണം നടത്തുകയും അവരുടെ പേരിൽ നടപടിയും ക്രിമിനൽ നടപടിയാണെങ്കിൽ ക്രിമിനൽ നടപടിയിലേക്ക് പോകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പൊ അങ്ങ് തന്നെ പറയുന്നു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളത്. ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഈ പട്ടിക ഫോർവേഡ് ചെയ്ത് അവിടെ നിന്നുള്ള ആഭ്യന്തര അന്വേഷണം നടത്തി ഒക്കെയാണ് ഇതിനെ കൃത്യമായത് കൺഫേം ചെയ്യേണ്ടതും മറ്റ് നടപടികൾ സ്വീകരിക്കുകയും വേണ്ടത്. അപ്പോൾ ഇതുവരെ നടത്തിയെന്ന് പറയുന്ന പരിശോധന എന്താണ്? ശരി, ഇനി നടത്താനുള്ള പരിശോധന എന്താണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. ഇതുവരെ നടത്തിയ പരിശോധന എന്താണ് അപ്പോൾ? മാധു, ഇതുവരെ നടത്തിയ പരിശോധന സർക്കാർ തലത്തിൽ, അതിന് ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തുന്ന പരിശോധനയാണ്. ആ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇത്രയും നമ്പറുകളോടെ വന്നിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. ഒരാളെയും സംരക്ഷിക്കുന്ന പ്രശ്നമില്ല, വാങ്ങിയ ഒരു കാശും തിരിച്ചടപ്പിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. ഇതിന്റെ ഭാഗമായിട്ട് ക്രിമിനൽ കേസാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഡിപ്പാർട്ട്മെന്റ് തല നടപടിയാണെങ്കിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകും. സർക്കാർ ഇതിനകത്ത് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല. ഒരു ഒറ്റ നിലപാട് മാത്രമേ ഉള്ളൂ. സർക്കാരിന്റെ ഈ ക്ഷേമ പെൻഷൻ പദ്ധതിയെ അപകീർത്തിപ്പെടുത്താൻ, ഇതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാളും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ഇത് രാഷ്ട്രീയമായ ആയുധമാക്കിയിട്ട് ബിജെപിയുടെയും കോൺഗ്രസിന്റെയും വക്താക്കൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കും. കാരണം ഇത് വലിയ രാഷ്ട്രീയ പ്രചാരണത്തിന് കാരണമായിരുന്ന വലിയ അഭിമാന പദ്ധതിയായി എല്ലാ തിരഞ്ഞെടുപ്പുകളുടെ കാലത്തും അല്ലാതെയും ഒക്കെ നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണല്ലോ ശ്രീ വി കെ സനോജ്. അഭിമാന പദ്ധതി തന്നെയാണ്. ഒന്നുമില്ലാത്തവരുടെ കയ്യിലേക്ക് സർക്കാർ അവനവന്റെ കരുതലിൽ നിന്ന്, നമ്മളൊക്കെ കൊടുക്കുന്ന പണത്തിൽ നിന്ന്, അതും പോരാഞ്ഞിട്ട് ഇന്ധന സെസ്സിൽ നിന്ന്, മനസ്സറിഞ്ഞു കൊടുക്കുന്ന പണത്തിൽ നിന്നൊക്കെ എടുത്ത് കൈവെള്ളയിൽ വെച്ച് കൊടുക്കുന്ന പണം അഭിമാനം തന്നെയാണ് കേരളത്തിന്റെ മൊത്തം. അവിടെ കെടുകാര്യസ്ഥതയുണ്ടെങ്കിൽ ആരോട് ചോദിക്കണം ശ്രീ വി കെ സനോജ്? എന്തുകൊണ്ടാണ് ഇത്രയും കാലം അനർഹരിലേക്ക് ഈ പണം എത്തിയത് എന്ന് ആരോട് ചോദിക്കണം? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഭരണതലത്തിൽ ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള കെടുകാര്യസ്ഥതയും അഴിമതിയും സംവിധാനവും എല്ലാം ഉണ്ടാവും. ഒരു ഭരണത്തിന് കീഴിൽ ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ കെടുകാര്യസ്ഥത കാണിക്കാനുള്ള ധൈര്യവും അഴിമതി കാണിക്കാനുള്ള ധൈര്യവും അഴിമതി കാണിക്കാനുള്ള ധൈര്യവും സ്വജനപക്ഷപാതം കാണിക്കാനുള്ള ധൈര്യവും ഉണ്ടെങ്കിൽ ആ ഭരണ സംവിധാനത്തിന് എന്ത് വിളിക്കണം? കേട്ടില്ല. അങ്ങനെ ഒരു ഭരണ സംവിധാനത്തിന് കീഴിൽ ഇത്രയും വലിയ കെടുകാര്യസ്ഥത സ്വന്തം നിലയ്ക്ക് നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഭരണ സംവിധാനം ശ്രീ വി കെ സനോജ്? വലിയ തമാശയായി പോയി പറയുന്നത്. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഈ കെടുകാര്യസ്ഥത കണ്ടുപിടിച്ചത് മാതൃഭൂമി ചാനലല്ല, UDF അല്ല, BJP അല്ല. ഈ കെടുകാര്യസ്ഥത കണ്ടുപിടിക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥ സംവിധാനം തന്നെയാണ്. മനസ്സിലായില്ലേ? അതിനു മുൻപ് CAG റിപ്പോർട്ടിലാണ് ഇത് പുറത്തു വന്നത് ശ്രീ വി കെ സനോജ്. CAG റിപ്പോർട്ടിലാണ്. ഇനി സർക്കാർ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പുറത്തു വരികയാണെങ്കിൽ സർക്കാർ തന്നെ നോക്കൂ സർക്കാർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പുറത്തു വന്നു എന്ന് തന്നെ വിചാരിക്കുക. അപ്പോഴും അതിൽ കെടുകാര്യസ്ഥത ഉണ്ടെങ്കിൽ ചോദിക്കാൻ പാടില്ല. അയ്യോ, നമ്മുടെ സർക്കാർ കണ്ടുപിടിച്ചത്, ഇനി ചോദിച്ചാൽ ബുദ്ധിമുട്ടാവില്ലേ എന്ന് വിചാരിക്കണോ ശ്രീ വി കെ സനോജ്? അങ്ങനെ വിചാരിക്കണമെന്ന് സർക്കാർ പറഞ്ഞോ? CPM പറഞ്ഞോ? ഞങ്ങളെന്താ പറഞ്ഞത്? ഒരു കാരണവശാലും നമ്മുടെ ഇതുപോലുള്ള സംസ്ഥാനത്ത് ഉണ്ടാവാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അല്ല, ഇത് നോക്കൂ, അങ്ങപ്പോ വലിയ പരിഹാസ രൂപേണ പറഞ്ഞല്ലോ ഇത് കണ്ടുപിടിച്ചത് മാതൃഭൂമി ന്യൂസ് അല്ല. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ അല്ലെ? ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ വിങ് ഉണ്ടല്ലോ അല്ലെ ധനമന്ത്രാലയത്തിന്? അപ്പൊ അവരുടെ ശമ്പളം വാങ്ങുന്നത് മാതൃഭൂമി ചാനലാണോ? ഒരു തട്ടിപ്പും കേരളത്തിൽ നടക്കില്ല. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് കാലത്ത് കർശനമായ നിലപാടുകൾ സ്വീകരിക്കും. ഇതിപ്പോ രാജ്യത്ത് ആദ്യമായിട്ടൊന്നും തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കും എന്ന ആത്മവിശ്വാസത്തിന് ഇനിയും സ്കോപ്പ് ഉണ്ട് ശ്രീ വി കെ സനോജ്. ഒരു തട്ടിപ്പും നടക്കില്ല എന്ന് പറയാനുള്ള ആത്മവിശ്വാസം ഇനി പ്രകടിപ്പിക്കേണ്ടതില്ല. തട്ടിപ്പ് നടന്നു കഴിഞ്ഞല്ലോ. അപ്പോ ഇനി തട്ടിപ്പ് നടക്കില്ല എന്ന് പറയണ്ട, അത് നടന്നു കഴിഞ്ഞു. ഇനി നടപടി എടുക്കുക എന്ന് പറയുന്നത് സർക്കാരിന്റെ ഇച്ഛാശക്തിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് നടപ്പിലാകുമെന്ന് തന്നെ വിചാരിക്കുകയും ചെയ്യുന്നു. ശരി, അങ്ങനെ തന്നെ വിചാരിക്കുകയും ചെയ്യുന്നു ശ്രീ വി കെ സനോജ്.